ഹായ് ഗൈസ്, എസ് എൻ കാലിക്കറ്റാണേ. കേരള പിറവി ദിനം, ലാലേട്ടൻ്റെ എപ്പിസോഡ് കേരള പിറവി ദിനം ആയതുകൊണ്ട് തന്നെ നല്ല ഒരു എപ്പിസോഡായിരുന്നു. അധികം വഴക്കോ പ്രശ്നങ്ങളോ ഷൗട്ടിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ചോദ്യം ചോദിക്കലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. നല്ല ഒരു ഒരു ഇഷ്ടമായ എപ്പിസോഡായിരുന്നു. പിന്നെ കേരള പിറവിയായിട്ട് അനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല രസകരമായ മറുപടിയാണ് മത്സരാർത്ഥികൾ പറഞ്ഞത്. ഒരു കുന്തും അറിയില്ല ഒറ്റൊന്നിനും. അതിലാകെ കുറച്ച് നോളജ് ഉള്ളത് അനീഷിനും അക്ബറിനും. അവരാ കുറച്ച് ഉത്തരമൊക്കെ പറയുന്നത്. ബാക്കിയൊക്കെ എന്തെല്ലോ വിളിച്ചു പറയുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിക്കുമ്പം നെവിൻ പറയുന്നത് എണ്ണം നമ്പ്യാർ എന്നാ. ചിരിച്ച് മരിച്ചിലാണത്. ശരിക്കും ലാലേട്ടൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ അനുമോള് മൊത്തം ഡ്രാമ. ഒന്നും എല്ലാം മറന്നുപോയി. അറിയില്ല എന്ന് പറയണം നമ്മള്. ഷാനവാസൊക്കെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അറിയില്ല ലാലേട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോള് സ്ഥിതി അതല്ല. അനുമോൾക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ മറന്നുപോയി ലാലേട്ടൻ. ഇപ്പം എല്ലാം മറന്നുപോയി. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം ഇത് അനുമോൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ലാന്ന്. കാരണം അനുമോൾ അറിഞ്ഞൂടാത്ത ആരും പ്രേക്ഷകരെന്താ ഇറ്റാ മന്ദബുദ്ധികളൊന്നല്ലല്ലോ. പ്രേക്ഷകർക്ക് അറിയാം അനുമോൾക്ക് എത്രമാത്രം ഇതിനെപ്പറ്റി അറിവുണ്ട് എന്നൊന്നും ഇല്ലാന്നൊക്കെ പ്രേക്ഷകർ വിലയിരുത്തും. കാരണം പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിക്കുമ്പോൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന അനുമോള്. ശൈലജ ടീച്ചർ ലാലേട്ടൻ അന്നേരം ട്രോളുന്നുണ്ട്. ശൈലജ ടീച്ചർ വിദ്യാഭ്യാസ മന്ത്രിയേ ആയിട്ടില്ല. ഈ കുട്ടി ശൈലജ ടീച്ചറെ പേര് കുറച്ച് ആ സമയത്ത് വൈറലായ സമയത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കാച്ചിയതാ. പിന്നെ വേറെന്താ, അനുമോളോട് കൂടുതൽ ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്ന വെച്ചാൽ അനുമോൾ ഈ ഡ്രാമ കണ്ടപ്പം ലാലേട്ടൻ ഒന്ന് കളിപ്പിക്കാൻ തോന്നി. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ എല്ലാം മറന്നുപോയോ. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാം മറന്നുപോയി, ചോദിക്കാൻ എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ പോകുന്നത്. അപ്പം പിന്നെ പിന്നെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ കൊടുമുടി ചോദിക്കുന്നുണ്ട് നെവിനോട്. അപ്പം അത് മത്സരാർത്ഥികൾ കൊടുത്ത പണിയാണ്. കൊടുമുടി അതാന്ന് ചോദിക്കുമ്പോൾ നെടുമുടി എന്ന് ഷാനവാസോ അക്ബർ ആരോ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാ അങ്ങനെ തന്നെ എടുത്ത് പറയാണ്. നെടുമുടി എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം ഇന്നലെ നല്ലൊരു എപ്പിസോഡായിരുന്നു. വളരെ ഭംഗിയായിട്ട് അത് കഴിഞ്ഞു. ഇന്ന് നെവിൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. മറ്റേ പണം ക്യാഷ് വണ്ടിയിൽ നിന്ന് എടുത്തു വരാനുള്ള. അത് നെവിന് ഇന്നാണ്. നെവിൻ ഇന്ന് ഔട്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ട് നോക്കി കാണാം.